രഞ്ജിത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴിയെടുക്കും. അന്വേഷണ സംഘം ബന്ധപ്പെട്ടതായി ജോഷി പറഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ ഇത് അറിയാമായിരുന്നതാണ്. കാര്യം ഇങ്ങനെയൊരു വിവരം പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ജോഷി ജോസഫിനോട്, മറ്റൊന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടുമാണ്. അപ്പോൾ അതിൽ എന്താണ് തുടർ നടപടിയിലേക്ക് SIT കടന്നിട്ടുള്ളതെന്നാണ് ജോഷി ജോസഫ് നമ്മളോട് അറിയിച്ചത്. അനുജ, ഈ നടി രഞ്ജിത്തിനെതിരെ നൽകിയ പരാതിയിൽ തന്നെ ജോഷി ജോസഫിന്റെ പേര് വ്യക്തമാക്കിയിരുന്നു. അതായത് രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടാവുകയും താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെത്തിയത് ജോഷി ജോസഫിന്റെ അടുത്തേക്കാണെന്നും അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നും ഈ നടി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് SIT നിലവിൽ ഈ ജോഷി ജോസഫിന്റെ മൊഴിയെടുക്കാൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. പോലീസ് ബന്ധപ്പെട്ടുവെന്ന് അദ്ദേഹം നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നായിരിക്കും മൊഴിയെടുക്കുക എന്നുള്ളതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ 2 ദിവസത്തിനെ മൊഴിയെടുക്കും എന്നാണ് തന്നോട് പറഞ്ഞത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ, അതായത് രഞ്ജിത്തിനെതിരായ കേസിൽ പരമാവധി തെളിവുകൾ സമാഹരിക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഈ പരാതി ഉന്നയിച്ച നടിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഒപ്പം ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ മൊഴി രേഖപ്പെടുത്തും. പക്ഷെ അദ്ദേഹത്തെ ഇതുവരെ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു. 2 ദിവസത്തിനകം തന്നെ മൊഴി രേഖപ്പെടുത്തും. ഒരുപക്ഷെ കൊച്ചിയിലെത്തി നേരിട്ട് മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇന്ന് അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ 2 പേരും കൊച്ചിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്നും മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അനുജ, ഇതിൽ പ്രധാനമായും ഈ 2 പേരോട്, അതായത് ഫാദർ ഒപ്പം തന്നെ ജോഷി, ഈ 2 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കം? അനുജ, ഇത് 2009 നടന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. അതിൽ പോലീസ് ആശ്രയിക്കുക മൊഴികളെ തന്നെയായിരിക്കും. അന്ന് ഈ ഡിജിറ്റൽ തെളിവുകളുടെ ഒരു സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ മൊഴികൾ തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും കേന്ദ്രീകരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളി നടി നൽകിയ പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിമൊഴിയായി വരിക ജോഷി ജോസഫിന്റെ വെളിപ്പെടുത്തലുകളായിരിക്കും. കാരണം അന്ന് അവർക്ക് നേരിട്ട ദുരനുഭവം ഏറ്റവും ആദ്യം തുറന്നു പറഞ്ഞത് ജോഷി ജോസഫാണ്. കേരളത്തിൽ നിന്ന് ഇങ്ങനെ നടി തന്നോട് വന്ന് പറഞ്ഞിരുന്നു, രഞ്ജിത്തിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായി. അന്ന് അവിടെ തൻ്റെ തമ്മനത്തുള്ള വീട്ടിലാണ് അവർ രാത്രി ചെലവഴിച്ചത്. അതിനുശേഷം താൻ നേരിട്ടിടപെട്ടാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നടിയെ ബംഗാളിൽ സുരക്ഷിതമായി എത്തിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതുകൊണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി, ഇത് സംഭവിച്ചുവെന്ന് അറിയാവുന്ന ആളാണ് ജോഷി ജോസഫ്. അതുകൊണ്ടാണ് അന്വേഷണ സംഘം ഏറ്റവും ആദ്യം തന്നെ ഈ ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറെടുക്കുന്നത്. 2 ദിവസത്തിനകം മൊഴി രേഖപ്പെടുത്തും. ഈ കേസിൽ ഏറ്റവും നിർണായകമായ നടപടിയും മൊഴിയും ജോഷി ജോസഫിൻ്റെതായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പരാതിക്കാരിക്ക് പുറമെ ഉള്ള മൊഴി, അത് ജോഷി ജോസഫിന്റെ മൊഴിയായിരിക്കും ഏറ്റവും നിർണായകം. അദ്ദേഹം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കും. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും നമ്മളോട് വ്യക്തമാക്കിയിരുന്നു നേരത്തെ. രഞ്ജിത്തിനെതിരായ പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ജോഷി ജോസഫ്, ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫുമായി ബന്ധപ്പെട്ടത്. മൊഴി ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. 2 ദിവസത്തിനുള്ളിൽ ആ നടപടിക്രമം ഉണ്ടാകും. ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം.